തൃക്കണാപുരം ടൗൺ റോട്ടിൽ പാമ്പുകളുടെ ഒരു കൂട്ടാണ്. അതിനിപ്പോൾ കാണാൻ എൻ്റെ കണ്ടോ, മലമ്പാമ്പാണോ അണലിയാണെന്ന് നല്ല കണ്ട, ഒന്നിന് പുറമെ മറ്റൊന്നായിട്ട് പാമ്പുകൾ. അതിൻ്റെ ദൃശ്യങ്ങളെ കണ്ടു. അണലിയാണത്, അണലി കേട്ടോ. കണ്ടോ, വളരെ ഒരു ബൈക്ക് അയച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടിയത്, ബൈക്കിൻ്റെ ഉള്ളിൽ കിട്ടിയത്, ബൈക്കിൻ്റെ സീറ്റ് കവർ അയച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നതാണ്. കണ്ടോ, 1-2 2-3 ഓടിപ്പോയി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അണലി കുട്ടികളാണ്. ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ കണ്ടുപിടിക്കുന്നത് കണ്ടോ, പാമ്പുകളുടെ കൂട്ടമാണ്. എൻ്റെ സ്വന്തം നാട് തൃക്കണാപുരം ടൗൺ റോട്ടിൽ. ആ വണ്ടി കണ്ടോ, ഇന്നലെ 3 കിട്ടി. ഇന്നലെ 3 ഉണ്ടായി. ഇന്നലെ ഇവിടെ 3 ഉണ്ടായി. ഇത് ടോട്ടലി 20 ഉണ്ടാവോ? ഞങ്ങൾ കണക്കെടുത്തേക്കാണ്. ഞങ്ങൾ ഇന്നലെ സിദ്ദീഖ് പറഞ്ഞ 20 കണക്ക്. ഇതിപ്പോ 5 ആയി. ഇതിൻ്റെ പറയപ്പെട്ടവർ നല്ല സൂക്ഷിക്കുക. മഴക്കാലമാണ്. ഈ അണലി, മലമ്പാമ്പ് അങ്ങനത്തെ ആളൊക്കെ ബൈക്കിലും മറ്റു കാറിലൊക്കെ കയറി കൂടുന്ന ഒരു അവസ്ഥ ഉണ്ട്. നല്ല സൂക്ഷിക്കണം. വർഷക്കാലം ആയതുകൊണ്ട് തന്നെ ഈ വക ആളുകൾ ഈ തവള, പാറ്റ, പല്ലി സാധനങ്ങളൊക്കെ ഇര പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. നല്ല സൂക്ഷിച്ചോളൂ. ഞങ്ങളത് വന്ന സ്ഥലത്തേക്ക് അവരെ ആട്ടി പറഞ്ഞയക്കുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള പാമ്പുകളാണ് പ്രിയപ്പെട്ടവർ. അപ്പം നല്ല സൂക്ഷിക്കുക. വർഷക്കാലമാണ്. നാട്ടിൽ വർഷക്കാലം ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ കയറിയിരിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം നല്ല കെയർ ചെയ്യണം, സൂക്ഷിക്കണം എന്ന് ഇപ്പോഴും പറയുകയാണ്. ഇത്തരത്തിൽ പാമ്പുകളുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് പ്രളയം വന്നതിന് ശേഷം എല്ലാ വീടുകൾക്കും തീരപ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ ഇത്തരത്തിൽ പാമ്പുകൾ സ്ഥിര താമസാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. തൃക്കണാപുരം ടൗൺ റോഡ് ജംഗ്ഷനിലാണ് ഈ സംഭവം. ഒരു ബൈക്ക് നിർത്തിയപ്പോൾ ആ ബൈക്ക് റിപ്പയർ ചെയ്യാൻ അയച്ചപ്പോഴാണ് ബൈക്കിൻ്റെ സീറ്റ് കവറിനോടൊന്ന് 6-7 പാമ്പുകൾ പുറത്തേക്ക് ചാടി. 1-2 ഒഴിവാക്കി പോയി. ബാക്കിയുള്ളതാണത്. അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെ. നമ്മൾ നിരന്തരം പല അപകട വീഡിയോസ് കാണുന്നതാണ് പ്രിയപ്പെട്ടവരെ. ചാക്ക് കൂട്ടിയൊക്കെ അതുപോലെ വിറകുവരേക്ക് കയറുമ്പോഴൊക്കെ നല്ല നോക്കുക. അപകടം വന്നിട്ട് ദുഃഖിക്കണൊക്കെ നല്ല വരാണ്ടിരിക്കാൻ സൂക്ഷിക്കുന്നതാണ് മാത്രം പറഞ്ഞുകൊണ്ട് ഇടവേള റാഫ്. ഈ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോസും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈവായിട്ട് ഇത്ര അടുത്തുനിന്ന് പാമ്പിനെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഓക്കെ, 1-2 നല്ല കണ്ട ആളുകളെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സൂക്ഷിക്കുക. ഓക്കെ, ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആളുകൾ ഇടപെട്ടുകൊണ്ട് 2നെ തോണ്ടിയിട്ട് അവരെ സഞ്ചാരയോഗ്യമായ സ്ഥലത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ദ്രോഹിച്ചിട്ടില്ല, കൊന്നിട്ടൊന്നുമില്ല. ഓക്കെ, ചില ആളുകളെ കണ്ട പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലും, അതൊന്നും ചെയ്തിട്ടില്ല.